ഡോക്ടറിന് നമ്മുടെ ആരോഗ്യ ഫീസ് കിട്ടിയാലേ വിഷം വരാം. അല്ലാതെ വിഷം വരാൻ കാരണം ഉണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് റോൾ ഇല്ല എന്ന് മനസ്സിലാവും. അതായത് അതിന് യഥാർത്ഥ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനെയും പോലെ നമുക്ക് ചികിത്സ ഒരു പ്രമേഹം ഒരിക്കലും ഒരു സ്റ്റേജ് കഴിഞ്ഞ് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. നമ്മുടെ ലൈഫിന് നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഡയാലിസിസോ നിങ്ങൾ ബന്ധുക്കളോ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിന് നെഗറ്റീവായി എടുക്കരുത്. ഇതിനെയും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അതിനെ ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് പൂർണ്ണമായിട്ടും അത് ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് മാത്രമേ അതിന് ഓപ്ഷൻ ഉള്ളൂ. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. ഓക്കെ, നെക്സ്റ്റ്. പ്രമേഹം വൃക്കകളെ ബാധിക്കുന്ന ലക്ഷണങ്ങളാണ് മൂത്രം കട്ടി കൂടിയോ കുറഞ്ഞോ പോവുക, ശരീരത്തിൽ നീര്, പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റും വയറുവേദന, നടുവേദന, ശരീരവേദന, അല്ലെങ്കിൽ ഛർദ്ദിൽ, ശരീര നീര്, ക്ഷീണം, ഇതെല്ലാം. ഈ സ്ലൈഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിഡ്നിയിൽ പ്രശ്നമുള്ളതായിട്ട് തോന്നില്ലേ? നടുവേദനയൊന്നും ഇല്ലാതില്ലല്ലോ. അങ്ങനെ പേടിക്കണ്ട. ഇതെല്ലാം വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴും വരും, അല്ലെങ്കിൽ വരുന്ന കാര്യമാണ്. കൂടുതൽ തവണ മൂത്രം ഒഴിക്കുന്നത് പറഞ്ഞാൽ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചാൽ നമ്മൾ പോയി മൂത്രം ഒഴിച്ചേ പറ്റൂ, അതല്ല. പക്ഷേ തുടർച്ചയായിട്ട് ഒരു പ്രമേഹ രോഗി ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് പ്രമേഹ രോഗം വൃക്കകളെ ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്. അന്ധത ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് പ്രമേഹ രോഗമാണ്. നെക്സ്റ്റ്. അതുകൊണ്ട് തന്നെ 6 മാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വർഷത്തിലൊരിക്കൽ നേത്രരോഗ വിദഗ്ധനെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലാസ് അല്ല, പവറല്ല, നമ്മുടെ ലെൻസ് ആൻഡ് ഫ്രെയിംസിലോ റോസ് ഒപ്റ്റിക്കൽസിലോ പോയി നോക്കിയാൽ പോരെ, നമ്മുടെ റെറ്റിനെ നോക്കണം. നമ്മുടെ ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിൻ്റെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് നമ്മൾ പരിശോധിപ്പിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്. ലൈംഗിക ശേഷി കുറവ് ഇത് പ്രധാന ഒരു ഘടകമാണ് പ്രമേഹ രോഗം. പുരുഷന്മാരിലും സ്ത്രീകളിലും കൂടുതലായി കണ്ടുവരുന്നെങ്കിലും പുരുഷന്മാരിൽ ഉദ്ധാരണ ശേഷി കുറവ് അതിൻ്റെ ഒരു പ്രധാന റീസണാണ് പ്രമേഹ രോഗത്തിൽ. ഇതിന് 2 ഇംപ്ലിക്കേഷനാണ്. ഒന്ന്, നമ്മുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, ഇത്തരക്കാരിലാണ് ഭാവിയിൽ അതിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കിഡ്നിയെ ബാധിക്കുവാനുള്ള സാധ്യത. കാരണം പ്രമേഹത്തിൻ്റെ അടിസ്ഥാന പെത്തോളജി എന്ന് പറയുന്ന ബ്ലഡ് ഫ്ലോയെ ഹാമ്പർ ചെയ്യുക, ബ്ലഡ് ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. തലച്ചോറിലോട്ടുള്ളതാണ് സ്ട്രോക്ക്, ഹാർട്ടിലോട്ടുള്ളതാണ് ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ സെക്ഷൽ ഓർഗനാണെങ്കിൽ നമ്മുടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരുന്നു. അപ്പോൾ അത്തരക്കാർക്കാണ് ഭാവിയിൽ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യാൻ മടിക്കാതെ ചർച്ച ചെയ്യുക. എന്നാൽ മാത്രമേ ഡോക്ടറിന് ഭാവിയിൽ വരുന്ന മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സ തുടങ്ങുവാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ്. പുകവലി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഡേഞ്ചറസ് കോമ്പിനേഷൻ പുകവലി വിത്ത് ഡയബറ്റീസ്. ഒരു കോംപ്ലിക്കേഷനും നമുക്ക് ഒഴിവാക്കാനുള്ള ചികിത്സാ രീതി കണ്ടുപിടിച്ചിട്ടില്ല. നെക്സ്റ്റ്. അതുപോലെ തന്നെയാണ് മദ്യപാനം. നമ്മുടെ പ്രമേഹവും മദ്യപാനവും ഡേഞ്ചറസ് ആണ്. ലിവറിന് മാത്രമല്ല എല്ലാ അവയവങ്ങൾക്കും റിസ്ക് ഫാക്ടറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്. ഇനി പ്രമേഹം തടയുവാനാകുമോ? സ്ലൈഡ് ഇരുന്നോട്ടെ, പറഞ്ഞോളൂ സാർ. പ്രമേഹം തടയുവാനാകുമോ? പറഞ്ഞോളൂ. എങ്ങനെയെന്നുള്ള ഇരിക്കട്ടെ. ഹെറിഡിറ്ററിയാണ്. നല്ല ക്വസ്റ്റ്യനാണ് സാർ. പ്രമേഹം സാധാരണഗതിയിൽ ടൈപ്പ് 2 നമ്മുടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങളുടെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന പാരമ്പര്യ ഫാക്ടർ അല്ലെങ്കിൽ ജനറ്റിക്സ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടർ ഉണ്ട്. അതായത് മാതാവിനോ പിതാവിനോ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാൻ സാധ്യത 50%. 2 പേർക്കുണ്ടെങ്കിൽ 80%. ഉദാഹരണത്തിന് അച്ഛനും അമ്മയ്ക്കും പ്രമേഹ രോഗമുണ്ട്, 3 കുട്ടികളുണ്ടെങ്കിൽ 2 പേർക്ക് വരാം. പക്ഷെ 2 പേർക്ക് വരും എന്നല്ല, ആ 2 പേരിൽ ചിലർ പുകവലിക്കുന്നു, ചിലർക്ക് BP ഉണ്ട്, ചിലർക്ക് കുടവേറുണ്ട്, ചിലർക്ക് വണ്ണം കൂടുതലുണ്ട്, ചിലർ വ്യായാമം ചെയ്യുന്നില്ല. ഇത്തരക്കാർക്ക് വരാം. പക്ഷെ ഇതെല്ലാം ചെയ്യുകയോ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നപ്പോൾ നിങ്ങൾക്ക് വരില്ല. പക്ഷേ ഇനാക്റ്റീവ് ഈ ലൈഫ് സ്റ്റൈലുള്ള നമ്മുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, സ്മോക്കിങ്ങിലുള്ള അഡിക്ഷൻസ് ഉണ്ട്, എക്സസൈസ് ചെയ്യുന്നില്ല, ആ കുട്ടികൾക്ക് മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ നിർബന്ധമായും വരും എന്നുള്ളതാണ്. വരണമെന്നല്ല, ഏതെങ്കിലും ഒരു പോയിന്റിൽ വരാമെന്നല്ല വരും. പ്രമേഹം തടയുവാനാവും തീർച്ചയായും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഒരു പ്രയോജനമില്ല. തടയുമെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞ് തടയാനല്ല. അതിപ്പോൾ റിവേഴ്സൽ ഓഫ് ഡയബറ്റീസൊക്കെ നമുക്ക് ഒരുപാട് ചർച്ചകളും പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വ്യക്തിക്ക് പ്രമേഹ രോഗം വന്നിട്ടില്ല, നമ്മുടെ അനുജന്മാർക്ക് അനുജന്മാർക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആയിട്ടില്ലെങ്കിൽ അവർക്ക് വരാതാക്കാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. വളരെ സിമ്പിളാണ്. ഉയരത്തിനനുസരിച്ചുള്ള ഭാരം നിലനിർത്തുക, വ്യായാമം ചെയ്യുക, ആരോഗ്യത്തിനിണങ്ങുന്ന ഭക്ഷണം, ടെൻഷൻ ഒഴിവാക്കുക, അഡിക്ഷൻസ് പുകവലി മദ്യപാനമൊക്കെ മാറ്റുക, ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ടുള്ള ടെസ്റ്റ് ചെയ്ത് എന്താണോ മെഡിസിൻസ് വേണ്ടത് അത് കഴിച്ചു പോവുക മാത്രം മതി. ഞാൻ ഡയബറ്റീസിൻ്റെ മെഡിസിൻ അല്ല, മറ്റെന്തെങ്കിലും അസുഖത്തിന് മെഡിസിൻസ് വേണ്ടതാണെങ്കിൽ അത് കറക്റ്റായിട്ട് കഴിച്ചു പോവുക.
തീർച്ചയായിട്ടും പ്രമേഹം തടയുവാനാവുന്നതാണ്. നെക്സ്റ്റ് എന്ത് കാണാം ഈ സ്ലൈഡ്? ഒബീസിറ്റി മാത്രമേ നിങ്ങൾ ആ മെസ്സേജ് കിട്ടുന്നുള്ളൂ. മൊബൈലിന് കഴിച്ച വെരി ഗുഡ്. പിന്നെ വേറെ എന്തെങ്കിലും? എന്തോ ഹോർമോണൽ ഇംബാലൻസ്. ഓക്കെ, കുടവേറുണ്ട്. വേറെ അതാ ഒന്ന് രണ്ട് പേര് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആ സ്ലൈഡ് ഉണ്ട്. കാല് ഒരു മോൻ്റെ കാല് പകുതിയില്ലെന്നാ പേടിക്കേണ്ട. ആ മോ കാല് മടക്കി വെച്ചേക്കുന്നത് അവൻ്റെ കാല് ഇനി അടുത്ത വ്യൂ ഇങ്ങനത്തെ വ്യൂ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് അല്ല. ഓക്കെ, ഗുഡ്. അതിനു മുമ്പ് ഇതാണ് വെയിറ്റ് കണ്ടപ്പോഴാണ് ബുദ്ധിമുട്ടില്ലെങ്കിൽ തീർന്നിട്ടില്ലെങ്കിൽ ഹോട്ടായിട്ടുള്ളൊരു ചായ കിട്ടിയ കൊള്ളാം. അതിൽ വെള്ളം എന്തെങ്കിലും അതിനായിട്ട് വാങ്ങിക്കണ്ട. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇവിടുത്തെ ലൈറ്റ് വേണ്ട വേണ്ട ഓഫ് ചെയ്തിട്ടേക്ക്. അല്ല മേഡം, അതിനായിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുണ്ട്. അവരെടുത്തോളൂ, ഉണ്ടെങ്കിൽ അവരെടുത്തോളൂ. മതി മതി മതി. ഞാൻ ഈ സംസാരിച്ചത് എനർജി കുറച്ച് ഹലോ വേണ്ട വേണ്ട ചോദിച്ചെന്നേ മതി മതി, കുഴപ്പമില്ല കുഴപ്പമില്ല സർ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. വേറൊന്നുമല്ല, ആ മോന് 3 വയസ്സും ആ മോക്ക് 2 വയസ്സുമാണ്. ഇവരാണ്, ഈ ഒറ്റ മെസ്സേജേ ഉള്ളൂ, ഇവരാണ് ഭാവിയിലെ പ്രമേഹ രോഗികൾ, ബ്ലഡ് പ്രഷർ രോഗികൾ, ഹാർട്ട് അറ്റാക്ക് രോഗികൾ, ക്യാൻസർ രോഗികൾ, സ്ട്രോക്ക് രോഗികൾ. ശ്രദ്ധിക്കുക, നമ്മുടെ അമിതവണ്ണമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമിതവണ്ണമാണ് അവരെ ഈ രീതിയിലുള്ള രോഗികളാക്കിയിരുന്നത്. ഈ സമയത്തുള്ള അവരുടെ അമിതവണ്ണം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ യഥാർത്ഥ കണക്കുകൾ പറയുന്നത് ഐഡിയൽ ബോഡി വെയ്റ്റിനേക്കാളും കുട്ടികൾക്ക് 1 കിലോ വെയിറ്റ് കൂടിയാൽ അവരുടെ ആയുസ് ഭാവിയിൽ നമ്മൾ 3 മുതൽ 5 വർഷം നമ്മൾ കുറയ്ക്കുകയാണെന്നാണ്. മനസ്സിലായല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രീതി. നമ്മുടെ അടുത്ത ശീല ചേച്ചിയുടെ മോന് 10 കിലോ ഉണ്ടെങ്കിൽ നമ്മുടെ മോൻ 9 ആണെങ്കിൽ എങ്ങനെയും 10.5 കിലോ ആക്കിയേ പറ്റൂ. ബോൺവിറ്റി ഇതൊക്കെ അടിച്ച് കയറ്റി 10.5 ആക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ താങ്ക് യു മാം. അപ്പം നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിലൊരു സങ്കല്പം എത്ര കണ്ട് വണ്ണമുണ്ട് അത്ര കണ്ട് ആരോഗ്യമാണെന്നാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഐഡിയൽ ബോഡി വെയ്റ്റിനേക്കാളും 1 കിലോ കൂടിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ ആരോഗ്യത്തിന് നമ്മൾ കുറയ്ക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ ഐഡിയൽ ബോഡി വെയ്റ്റ് നിങ്ങൾ എങ്ങനെ അറിയുന്നത്? കുഞ്ഞുങ്ങളുടെ നിങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങളും കുട്ടികളും ഉള്ളവരാണല്ലോ. ഐഡിയൽ ബോഡി വെയ്റ്റ് എങ്ങനെ അറിയുന്നത്? BMI 16. ഒരു 2 വയസ്സുള്ളവർക്ക് എത്ര ഹൈറ്റ് കാണും? നമ്മൾ ഹൈറ്റ് വെയിറ്റുമായിട്ടുള്ള റിലേഷൻ മുതിർന്നവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ മിനിമം 12 വയസ്സ് കഴിയണം ഹൈറ്റുമായിട്ട് റിലേഷൻ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, ഉദാഹരണത്തിന് ഇവിടെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ? ഇതുണ്ട്, ഒരു മോൻ നിൽക്കുന്നു. ആ മോൻ എത്ര വയസ്സായി? അതാരാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ള? എന്തായാലും ശരി, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. 6 വയസ്സുള്ള ഒരു മോൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? 16 കിലോ ആണ്. ശരി, അപ്പോൾ 16 കിലോ കറക്റ്റ് ആണോ അല്ലേ നിങ്ങൾ അറിയും? ആകെ ഓപ്ഷൻ എന്തുവാണ്? നമ്മൾ ഡോക്ടറെ അടുത്ത് പീഡിയാട്രിഷ്യനെ കൊണ്ടുപോകുമ്പോൾ